ഞാൻ അനുരഞ്ജിത് സൈക്കാട്രി കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ, ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും അത് മൊത്തത്തിലുള്ള ഒരു ക്ഷേമത്തിനും ഈ ഹാപ്പി ഹോർമോൺസ് വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ടുള്ള ഹാപ്പി ഹോർമോൺസുകളെയും അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെറട്ടോണിൻ, അതുപോലെ തന്നെ ഡോപ്പമൈൻ, അതുപോലെ ഓക്സിറ്റോസിൻ, എൻഡോഫ്രിൻസ് എന്നിവയാണ് ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഹോർമോണുകൾ. ഇവയുടെ അളവ് നമ്മളുടെ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിലുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും മൊത്തത്തിൽ നമുക്ക് ഒരു സന്തോഷവും ഉന്മേഷവും ആശ്വാസവും അതുപോലെ തന്നെ നല്ല ഉറക്കവും സ്ട്രെസ്സ് കുറയുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പം നമ്മൾ ഇവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഹാപ്പി ഹോർമോൺസ് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടീൻ ദൈനംദിന ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ നമുക്ക് എങ്ങനെ നമ്മൾക്ക് തന്നെ അത് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തേതായിട്ട് സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ഫീൽ ഉണ്ടാക്കി തരിക, നല്ല ഫീലിനെ ഗുഡാക്കുന്ന ഒരു ഹോർമോണാണ് ശരിക്കും സെറട്ടോണിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ ആങ്സൈറ്റി കുറയ്ക്കുകയും നമുക്ക് നല്ല ഹാപ്പിനെസ് തരികയൊക്കെ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മളുടെ ഉറക്കത്തെ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല ഒരു ഡെയിലി റൊട്ടീനായിട്ടുള്ള ഒരു ഉറക്കത്തെ നമ്മളുടെ ഒരു സ്ലീപ്പിൻ്റെ സൈക്ലിംഗ് എല്ലാം നല്ല രീതിയിലാക്കുന്നതിനും സ്ലീപ്പിംഗ് പാറ്റേൺ റെഗുലേറ്റ് ചെയ്യാനും മെലറ്റോണിനൊക്കെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന അത് സെറട്ടോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചാണ്. പിന്നെ നല്ലപോലെ വിശപ്പും ദഹനവും നല്ല രീതിയിൽ നമുക്ക് വിശപ്പുണ്ടാകുകയും അതിനെ കൺട്രോൾ ചെയ്യാനും ഡൈജഷൻ കറക്റ്റാക്കാനും ഒക്കെ സെറട്ടോണിൻ നമുക്ക് വളരെയേറെ സഹായിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നല്ല രീതിയിലുള്ള മെമ്മറി കപ്പാസിറ്റി ഉണ്ടാക്കാൻ, അതുപോലെ നല്ലപോലെ മെമ്മറി ആൻഡ് ലേണിംഗ് എന്ന് പറയും. ഇപ്പം നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന മെമ്മറിയും നല്ല പെട്ടെന്ന് എളുപ്പം പഠിക്കുവാനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ആക്കി തരുന്നത് സെറട്ടോണിൻ്റെ നല്ല കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ സെറട്ടോണിൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറട്ടോണിൻ്റെ അളവ് വളരെയേറെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെറട്ടോണിൻ അളവ് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ കൂട്ടിയെടുക്കാൻ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാച്ചുറൽ ലൈറ്റ്, നമ്മൾ ഈ സൂര്യപ്രകാശം നല്ലപോലെ കൊള്ളുക എന്നുള്ളതാണ്. അത് സെറട്ടോണിൻ രാവിലെ നമ്മൾ 7 തൊട്ട് 9 മണി വരെയുള്ള സമയത്തും അതുപോലെ 3 മണിക്ക് ശേഷം ഉള്ള വെയിലും കൊള്ളുകയാണെങ്കിൽ വളരെയേറെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളതിന് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോവുകയോ അപ്പോൾ നമ്മളൊരു നാച്ചുറലായിട്ട് ശരിക്കുമുള്ള സൺലൈറ്റ് നമുക്ക് ശരീരത്തിലേക്ക്. അപ്പോൾ ഈ സെറട്ടോണിൻ ഈ സൺലൈറ്റിലൂടെ നമുക്ക് വളരെയേറെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് വളരെയേറെ ഗുണം ചെയ്യും. ഈ ഫിസിക്കൽ എക്സസൈസിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയറോബിക്സുകൾ എക്സസൈസ് ചെയ്യുക, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് നടക്കുക, ഓടുക, അതുപോലെ സൈക്ലിംഗ്, ഇതൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സെറട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഹെൽത്തി ഡയറ്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡിനകത്ത് കൂടുതൽ നമ്മൾ അമിനോ ആസിഡുകളും അതുപോലെ തന്നെ ട്രിപ്റ്റോഫാനിൽ ഒക്കെ കൂട്ടുന്ന തരത്തിലുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ സെറട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എഗ്ഗിനകത്തുണ്ട്, അതുപോലെ ചീസ്, നട്ട്സ്, സാൽമൺ ഫിഷിനകത്ത് നമുക്ക് അറിയാമല്ലോ ഇവിടെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പം നമ്മൾ മീൻ ഗുളികയൊക്കെ കഴിക്കുന്നതിലൂടെ ഇത് കിട്ടുന്നതായിരിക്കും. പിന്നെ മെഡിറ്റേഷൻ, നമ്മൾ ഡെയിലി മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാതെ തന്നെ നമ്മളിൽ സെറട്ടോണിൻ്റെ അളവ് വർദ്ധിക്കുകയും അത് നമുക്ക് ശരിക്കും നമുക്കറിയാം സൈക്ലിംഗ് ഒക്കെ കഴിച്ച് ഔട്ടിയിട്ട് വരിക, അതുപോലെ നന്നായിട്ട് നടന്നിട്ട് വരിക, സൂര്യപ്രകാശം കുറച്ച് നേരം കൊണ്ടിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ഉണ്ടാകുന്ന മനസ്സിലാക്കപ്പെടുന്നില്ലേ.
അപ്പോൾ അതിങ്ങനെ സെറട്ടോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ പെട്ടെന്ന് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ഹാപ്പി ഹോർമോണാണ് ഡോപ്പോമൈൻ. ഡോപ്പോമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, ഡോപ്പോമൈനെ കുറിച്ച്. നമുക്ക് വളരെയേറെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു സമാധാനം അല്ലെ. ഡോപ്പോമൈന് ശരിക്കും പറഞ്ഞാൽ റിവാർഡ് ഹോർമോൺസ് എന്ന് പറയും. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാതെ തന്നെ ഒരു ഉന്മേഷവും ഒരു സിനിമ കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ കളിച്ചിട്ട് നന്നായിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോപ്പോമൈനെ ശരിക്കും അറിയപ്പെടുന്ന റിവാർഡ് ഹോർമോൺസ് എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എൻജോയ്മെൻറ്റ്, റീഇൻവോൾവ്മെൻറ്റ് ചെയ്യുമ്പോൾ, റീഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന, നമ്മൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് വഴി ഉണ്ടാകുന്ന, ആക്ടിവിറ്റി വഴി ഉണ്ടാകുന്ന ഹോർമോൺസാണ് ശരിക്കും ഡോപ്പോമൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ, അത് സന്തോഷം കിട്ടുമ്പോൾ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് തോന്നും അല്ലേ. അപ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും അതുവഴി നല്ല റിവാർഡുകൾ കിട്ടുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം, പിന്നെയും അത് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്ന ഹോർമോണാണ് ശരിക്കും പറഞ്ഞാൽ ഡോപ്പോമൈൻ. പിന്നെ നമ്മളുടെ മോട്ടോർ കൺട്രോൾ ചെയ്യുന്നതിനും കോർഡിനേഷനൊക്കെ കറക്റ്റ് ആകുന്നതിനും, ഇപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പോമൈൻ. അതുപോലെ തന്നെ നമ്മൾക്കൊരു കാര്യത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഫോക്കസ് നമുക്ക് കിട്ടുന്നത് ഈ ഡോപ്പോമൈൻ്റെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ നമ്മളുടെ അറ്റൻഷനും ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ നൽകുന്ന ഒരു ഹോർമോണാണ് ശരിക്കും പറഞ്ഞാൽ ഡോപ്പോമൈൻ. പിന്നെ മോട്ടിവേഷൻ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചെയ്യാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ശരിക്കും നമ്മളെ മോട്ടിവേറ്റ്, പണ്ടൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നന്നായിട്ട് കളിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് വായിക്കും, ആ വായിക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതും. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡോപ്പോമൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. അപ്പോൾ അത് നമ്മൾക്ക് ടാസ്കുകളും അതുപോലെ ഗോൾസും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഡോപ്പോമൈൻ ചെയ്യുമ്പോൾ ഡോപ്പോമൈൻ ലെവൽ വളരെയേറെ കൂടും. പിന്നെ ഹെൽത്തി ഡയറ്റ്, ടൈറോസിൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക, അമിനോ ആസിഡ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. പിന്നെ ഡോപ്പോമൈൻ കൂടുന്നത് ആൽമണ്ട്സിൽ, ബനാന, അവക്കാഡോ, എഗ്സ്, അതുപോലെ ബീൻസ്, ചിക്കൻ, ഇത് കഴിക്കുന്നതിലൂടെ ഡോപ്പോമൈൻ്റെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. നല്ല പോലെ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് ഡോപ്പോമൈൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ലിസൺ മ്യൂസിക്, നല്ലപോലെ പാട്ട് കേൾക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക. അത് പാട്ടുകൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഹോബീസ് എന്തെങ്കിലും, TV അങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലാതെ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുക, നല്ല യാത്രകൾ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോപ്പോമൈൻ്റെ അളവ് കൂടിയിരിക്കും. പിന്നെ അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് ലവ് ഹോർമോൺ അല്ലേ. സ്നേഹം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ശരിക്കും പറഞ്ഞാൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിൻ്റെ അളവ് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ പ്രണയിക്കുന്നവരിൽ അതിൻ്റെ 100 കവിയും എന്ന് പറയുന്നത്, അതിൻ്റെ രക്തത്തിൽ നമ്മൾ ഓക്സിറ്റോസിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ ലവ് ഹോർമോൺ എന്നാണ് ശരിക്കും പൊതുവെ ഈ ഹോർമോണിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരുമായിട്ട് കൂടി സംസാരിക്കാനും സ്നേഹം കൂടാനും ഒക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഫങ്ഷനാണ് ഇതിനുള്ളത്. പിന്നെ അടുത്ത ട്രസ്റ്റും എമ്പതിയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണും കൂടിയാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കും. നമുക്ക് ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുമ്പോൾ, പിന്നെ ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാറുണ്ട് കേട്ടോ. സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിറ്റോസിൻ നമുക്ക് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടി. നമ്മൾ കുറേ സമയം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ഇടപഴകുമ്പോൾ സ്നേഹവും എമ്പതിയൊക്കെ കൂടാറില്ലേ, അത് ഓക്സിറ്റോസിൻ്റെ അളവ് വളരെ കൂടും. സന്തോഷം കൂടുമ്പോൾ, മറ്റുള്ളവരുടെ സാമീപ്യം കൂടുമ്പോൾ. പിന്നെ അടുത്തത് വരുന്നത് ഫിസിക്കൽ ടച്ചിന് കൂടെ. നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ, പിന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ, ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ തലയൊക്കെ ഇങ്ങനെ തിരുമ്മുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് ഓക്സിറ്റോസിൻ്റെ അളവ് വളരെ കൂടുന്നത്. പിന്നെ നമ്മൾ വളരെ സ്നേഹത്തോടെയും കൈൻഡ്നെസ്സോടെയും പ്രവർത്തിക്കുമ്പോൾ,
പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാതെ തന്നെ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടും. പിന്നെ പെറ്റ്സ് വളരെയേറെ സഹായിക്കും ഓക്സിറ്റോസിൻ്റെ അളവ് കൂട്ടാനായിട്ട്. അവരുടെ കളി, ചിരി, കുസൃതികളൊക്കെ കാണുമ്പോൾ, ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നോക്കിപ്പോകും അല്ലേ. മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഞാൻ പൂച്ചകൾ കളിക്കുന്നതും പട്ടികൾ കളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. അത് കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന ഓക്സിറ്റോസിനാണ്. അത് കാണുമ്പോൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഓക്സിറ്റോസിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിറ്റോസിൻ. പിന്നെ എൻഡോഫ്രിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേദന, നമുക്ക് വരുന്ന സാധാരണ വേദന കുറയ്ക്കുന്ന തലച്ചോറിലെ റിസപ്റ്ററുകളുമായി ഇടപഴകാൻ സ്വാഭാവികമായും വേദന സംസ്കാരികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് ശരിക്കും പറഞ്ഞാൽ എൻഡോഫ്രിൻ എന്ന് പറയുന്നത്. എൻഡോഫ്രിൻ്റെ ഫങ്ഷൻ അത് തന്നെയാണ്. നമുക്ക് അധികമായിട്ട് വരുന്ന വേദനകളെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഉല്ലാസത്തിൻ്റെ മൂഡിലേക്കും നമുക്കൊരു ക്ഷേമവും ഒക്കെ തരുന്ന ഒരു വികാരങ്ങളെയൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ഹോർമോൺ എൻഡോഫ്രിൻ എന്ന് പറയുന്നത്. ഇത് റണ്ണേഴ്സ് ഹൈ എന്നാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സും അതുപോലെ തന്നെ ആങ്സൈറ്റിയും റെഡ്യൂസ് ചെയ്യാനായിട്ടും ഇത് വളരെയേറെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോഫ്രിൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കുറച്ചുകൂടെ കൂടുതൽ ഇൻക്രീസ് ചെയ്യാം എന്ന് നോക്കാം. ഒന്നാമതായിട്ട് എക്സസൈസ്. നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിൽ ഹൈ ഇൻറ്റൻസീവ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറയും. നല്ല ആക്ടിവിറ്റീസ്, ഡാൻസിൽ, സ്വിമ്മിങ്ങിൽ, റണ്ണിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ എൻഡോഫ്രിൻ്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചിരിക്കുന്ന തരത്തിലുള്ള, നല്ല സന്തോഷം തരുന്ന തരത്തിലുള്ള മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ സമയം അതിനൊക്കെ നല്ലപോലെ ചിരിച്ച് വരുമ്പോൾ നമുക്ക് കൂടുന്നതായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ധാരാളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ എൻഡോഫ്രിൻ്റെ അളവ് വളരെയേറെ കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് ഒക്കെ പറയാറുണ്ട്, വഴക്കുണ്ടാക്കി ഭയങ്കര ദേഷ്യപ്പെട്ട് വേദനയൊക്കെ എടുത്ത് നിൽക്കുന്നതാകുമ്പോൾ ഒരു ചോക്ലേറ്റ് ഒന്ന് വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ഞൊണഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെസ്സ് വളരെയേറെ കുറയും. ഇപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് എക്സാം ടൈമിൽ നമ്മളിപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും നുണഞ്ഞിട്ട് കയറുവാണെങ്കിൽ ആ ടെൻഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ മ്യൂസിക്കിലും ആർട്സിലൊക്കെ നമ്മൾ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് എൻഡോഫ്രിൻ കൂട്ടാനായിട്ട് സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഹാപ്പി ഹോർമോൺസിൻ്റെ ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിൽ നിന്നും പല ടെൻഷനിൽ നിന്നും നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ഒരു ജനറൽ ടിപ്സും കൂടെ ഞാൻ പറയാം. നമ്മൾ നല്ല രീതിയിൽ 8 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങുക. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. പിന്നെ മറ്റുള്ളവരോട് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് പെരുമാറുക. നമ്മൾ കുറച്ച് നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരോട് നമുക്കൊരു താങ്ക്ഫുള്ളായിട്ട് പെരുമാറാനും ഒക്കെ സഹായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ലവ് ഹോർമോൺസൊക്കെ നമുക്കറിയാം. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചാരിറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നാറില്ലേ. അത് നമ്മളുടെ ഈ ഹാപ്പി ഹോർമോൺസ് അറിയാതെ തന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്യപ്പെടുന്ന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, ഡൈജഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.